ഹായ്, വെൽക്കം ബാക്ക് ടു കാന്താരി.com. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്സാണ്, ഏലാഞ്ചി. ഇതൊരു ഇഫ്താർ സ്പെഷ്യൽ ഡിഷാണ്. കൂടാതെ നമുക്ക് 4 മണി ചായയുടെയൊക്കെ കൂടെ വളരെ വേഗത്തിൽ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി സ്നാക്സ് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിലേക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിരിക്കുന്നു. അതിൻ്റെ കൂടെ അല്പം നെയ്യ്, മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരകിയത്, കിസ്മിസ്, കാഷ്യൂനട്ട്, ചെറുജീരകം, ഏലക്ക. മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളൊരു മുട്ട കൂടി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ മാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗളിൽ മൈദപ്പൊടി, അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇത് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നു. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരുവം, അതുപോലെ മാവ് ആയി വരണം. നമ്മുടെ മാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നു. അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നെയ്യ് ഓപ്ഷണലാണ്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ഉപയോഗിച്ചാലും മതിയാവും. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഞാനിവിടെ കാഷ്യൂനട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം കിസ്മിസിൻ്റെ ഒപ്പം ഫ്രൈ ആയി വരുന്നതിന് സഹായിക്കുന്നു. നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതേ പാനിൽ തന്നെ അല്പം വെള്ളം ഒഴിച്ച് പഞ്ചസാര മെൽറ്റാക്കി തേങ്ങ ഇതിലോട്ടിട്ട് ഫില്ലിങ് തയ്യാറാക്കിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് പോരുന്ന അതേ ഓയിലിലോട്ട് തേങ്ങയിട്ട് നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കാം. ഇങ്ങനെ പഞ്ചസാര മെൽറ്റ് ചെയ്ത് ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ രീതി ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റായ ഫില്ലിംഗ് ആണ് ഇഷ്ടം. നമ്മുടെ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. നമ്മൾ ഈ പഞ്ചസാര മെൽറ്റായി വന്ന ഇതിലോട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലോട്ട് ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഏലക്കയും ചെറുജീരകവും ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഫില്ലിംഗ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പാൻ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മാവ് അല്പം കോരി ഒഴിച്ച് ദോശ ഇട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കുക. നമ്മുടെ പാൻ കേക്ക് എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിനി ഫില്ലിങ്സ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഓരോ പാൻ കേക്കിലോട്ടും 1 by 1 ആയിട്ട് ഈ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി 4 മണി സ്നാക്കും ഇഫ്താർ സ്പെഷ്യലും കൂടെയായ ഏലാഞ്ചി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.